ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ നമ്മുടെ വേടൻ്റെ ഇടുക്കിയിലെ പ്രോഗ്രാം വൻ വിജയമായിരുന്നു. ഞാൻ അദ്ദേഹം പറയുമെന്ന് കരുതിയ രീതിയിലുള്ള ഓരോ വാക്കുകളും ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ബുക്ക് ചെയ്യുകയും പിന്നീട് ഈ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ക്യാൻസൽ ചെയ്യുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ കണ്ട് വീണ്ടും അദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം എന്ത് പറയുമെന്ന് ആകാംക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരുന്നു. പക്ഷെ അദ്ദേഹം നമ്മളാരെയും നിരാശരാക്കാത്ത രീതിയിൽ വളരെ വാചാലനായി വളരെ നിലപാടിൻ്റെ രാജകുമാരനായി അദ്ദേഹം നിലകൊള്ളുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രോഗ്രാം നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഞാൻ 2-3 പ്രാവശ്യം കണ്ടു. സത്യമായിട്ടും 3 പ്രാവശ്യം ഞാൻ വീണ്ടും അത് യൂട്യൂബിലെടുത്ത് ഇങ്ങനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും വ്യക്തതയുണ്ട്. എന്ത് എവിടെ എങ്ങനെ പറയണം എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ നമുക്ക് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഇത് കുഴപ്പമില്ല, മൈക്ക് ചെക്ക് ചെയ്തിട്ട് ഇത് കുഴപ്പമില്ല, നമ്മുടെ ആൾക്കാരല്ലേ, നമ്മുടെ പിള്ളേരല്ലേ, നമുക്ക് ഇങ്ങോട്ട് പോവാം. അതിന് സ്വന്തം വീട്ടിൽ, സ്വന്തം കുടുംബത്തിൽ, സ്വന്തം അനിയന്മാരോട് പറയുന്ന രീതിയിലുള്ള ഒരു സംസാരം. വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ ആവശ്യം അപകടങ്ങളൊന്നും വരുത്താതെ നോക്കണം. ഓക്കെ, ഇത് കൊള്ളാന്ന് തോന്നണെങ്കിൽ പോവാ അങ്ങോട്ട്. നമ്മുടെ ആൾക്കാരല്ലേ, അങ്ങോട്ട് പോവാനേ. നോവുകളെല്ലാം നീ മറക്ക്, ബുദ്ധനായി നീ വീണ്ടും പിറക്ക്, ആഴിയിൽ വീണല്ലോ ഉരുക്ക്, ആയുധമായി ഉരുവെടുക്ക്. നിന്നോട് നീ ചെയ്യും യുദ്ധങ്ങളെല്ലാമേ തനിയെ തന്നെ നീ ജയിക്ക്. നോവുകളെല്ലാം നീ മറക്ക്, ബുദ്ധനായി നീ വീണ്ടും പിറക്ക്, ആഴിയിൽ വീണല്ലോ ഉരുക്ക്, ആയുധമായി ഉരുവെടുക്ക്. നിന്നോട് നീ ചെയ്യും യുദ്ധങ്ങളെല്ലാമേ തനിയെ തന്നെ നീ ജയിക്ക്. അദ്ദേഹം തുടക്കം തന്നെ അദ്ദേഹത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അഥവാ ഈ അറസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞ് ഉള്ള ആദ്യത്തെ വേദിയാണ് അത്. അറസ്റ്റ് ചെയ്തവരുടെ മുമ്പിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട പോലീസുകാരും എല്ലാവരും അദ്ദേഹത്തിന് സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് 10 പോലീസുകാരാണ് അറസ്റ്റ് ചെയ്യാൻ വന്നാൽ 100 കണക്കിന് പോലീസുകാരുടെ അകമ്പടിയോട് കൂടിയാണ് അദ്ദേഹം വേദിയിലേക്ക് വരുന്നത്. ആ കാഴ്ചയൊക്കെ വളരെ രസകരമായ കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ നോവുകളെല്ലാം നീ മറക്ക്, നോവുകൾ വേദനിച്ചിട്ടുണ്ട്, അതെല്ലാം നീ മറക്ക്, ആഴിയിൽ വീണല്ലോ ഉരുക്ക്, ആയുധമായി നീ വീണ്ടും പിറക്ക്, നിന്നോട് ചെയ്യും യുദ്ധങ്ങളെല്ലാം തനിയെ നീ ജയിക്ക്. തനിയെ വന്നവനാണ്, തനിയെ വഴിവെട്ടി വന്നവനാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നിലപാടാണ്. ഓരോ വാക്കുകളിലും അദ്ദേഹം എനിക്കൊന്നും അവിടെ വളരെ കറക്റ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ച് ഒരു കവിത ചൊല്ലുകയാണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെ കാര്യം നമുക്കറിയാം, ശ്രീലങ്കക്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചിട്ടാണ് പുലിവേട്ട നടത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ആ ചങ്ങാതി ഫോറസ്റ്റുകാരനായ ആ ഒരു ഓഫീസർ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറയേണ്ട അദ്ദേഹത്തിന്റെ അമ്മ ശ്രീലങ്കക്കാരിയാണ്, അതുകൊണ്ട് ആ ഒരു ബന്ധം കൂടി അന്വേഷിക്കണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അമ്മയുടെ വംശവും ജാതിയും നാടും തെരഞ്ഞു പോയവരുടെ മുമ്പിൽ അദ്ദേഹം അമ്മയെ കുറിച്ച് പാടുകയാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. എന്റെ അമ്മയെ പറ്റി ഞാനൊരു കവിത ചൊല്ലട്ടെ. കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാടും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി, അവളിൻ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ, വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ എന്നെ തെരുവിൽ തനിയെ നിർത്തി, തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ, കാലം പല കടന്നവർ വാഴുമല്ലോ. ഇത് കേക്ക്, പല തലമുറകളിൻ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ. അദ്ദേഹം പറയുന്ന വ്യക്തമായ വാക്കുകൾ, ജഫ്നയിൽ നിന്ന് ആരോ തുരത്തി, അവളുടെ ഉദരത്തിൽ നിന്ന് പിറവിയെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീയാണെന്ന് അദ്ദേഹത്തിനെ കുറിച്ച്, വേടനെ കുറിച്ച് പറയാം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് പരുത്തിയല്ല, എരിക്കും തീയാണ്. ആ എന്നെ വഴിയിൽ ഒറ്റയ്ക്ക് നിർത്തി അദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറയുകയുണ്ടായി. ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, വളർത്താൻ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നില്ല. അവർ രാവിലെ നീച്ച് പണിക്ക് പോകും, ജോലിക്ക് പോകും. പിന്നെ ഏകാന്തമായിട്ടാണ് വളർന്നത്. സ്കൂളോ മറ്റുള്ള വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ തട്ടിമുട്ടി പോയി എന്നല്ലാതെ മറ്റുള്ള വിദ്യാഭ്യാസങ്ങളോ കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു തനിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഓരോ വരികളിലും തീയുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഓരോ വരികളിലും തീയാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ പാടുന്ന പാട്ടുകളാണ്. തെരുവിന്റെ സന്തതി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അതൊക്കെ ഒരു കലാകാരനും അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയാത്തതാണ്. അതുപോലെ അടുത്തതായിട്ട് സോഷ്യൽ ക്രിമിനലായി അദ്ദേഹത്തെ ഒരു സോഷ്യൽ ക്രിമിനലാക്കിയതിനെ കുറിച്ച്, ആക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചാവാം അദ്ദേഹം ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുള്ളത്. വരികൾ ഒരിക്കലും മായുകയില്ല, അമ്മയും അപ്പയും തന്നതാണ് ഈ വരികൾ, ഈ കനലൊരിക്കലും കെട്ടടങ്ങുകയില്ല എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വരികൾ കൂടെ നമുക്കൊന്ന് കേൾക്കാം. ക്രിമിനല്, സോഷ്യൽ ക്രിമിനല്, ചോരക്കറയിൽ കിറുക്കും കഥയില്, കനികളില്ലല്ലോ വിധകൾ കാരണം അറിവിനുറവ തെരുവില്, അത് തടയാനാണില്ല
തടസ്സമില്ലല്ലോ വഴിയില് ഈ ഉയിർ മെഴുത്തിരി എരിയല് മരിക്കുകില്ലല്ലോ വരികള് ചലനം മറ്റൊന്നും പോകില്ല അമ്മയും അപ്പനും തന്നതാ കലകള് ഈ കരങ്ങൾ ആയുധമേന്തിയത് ഇപ്പൊ മഷിയിൽ നനഞ്ഞു കുതിർന്നത് ചിരി പിറക്ക ഇരു അതരങ്ങൾ മൊഴി പിറന്നതിൽ ആരംഭം യുദ്ധങ്ങൾ വിഴി തുറന്ന എരിയും ദുഃഖങ്ങൾ വഴികളിലും തുടർ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വലിയ ജനസാഗരത്തെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു കലാകാരന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറയാൻ കഴിയും ഞാൻ ചെയ്തു പോയ തെറ്റുകൾ, എനിക്ക് ഒരുപാട് ദുശ്ശീലങ്ങളുണ്ട്, ഞാൻ നല്ലവനാണ്, നമ്മളെല്ലാവരും ഞാൻ നല്ലവനാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ന്യായീകരണ തൊഴിലാളികളായി മാറുന്ന ഈ ഒരു കെട്ടകാലത്തിൽ വലിയൊരു ജനസാഗരത്തെ നോക്കിയിട്ട് പറയാണ് എൻ്റെ ദുശ്ശീലങ്ങളിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവരുത്, എൻ്റെ അനിയന്മാരെ, എൻ്റെ ചേട്ടന്മാരെ, എൻ്റെ കൊച്ചനുജത്തിമാരെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ പറയാം എനിക്ക് പറഞ്ഞു തരാനോ എന്നെ തിരുത്താനോ ആരും ഉണ്ടായിരുന്നില്ല. വളരെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കുകളാണത്. എന്നെ തിരുത്താൻ എനിക്കാരും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയും അച്ഛനും രാവിലെ പണിക്ക് പോകും, നമ്മൾ സ്വയം വളർന്നോളണം, എന്നിട്ട് പിന്നെ ജോലിക്ക് പോകുക കാര്യങ്ങൾ, അങ്ങനെയാണ് ഞാൻ വളർന്നത്. അല്ല എന്നെ തിരുത്താനോ എന്നെ ഗുണദോഷിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ആവരുത്, ഞാൻ എൻ്റെ ദുശ്ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കും, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം, നിങ്ങൾക്ക് എന്തും എന്നോട് തുറന്ന് പറയാം, സംസാരിക്കാം. വളരെ പച്ചയായൊരു മനുഷ്യൻ. എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കളെ? നിങ്ങൾ ഉണ്ട് എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലയിടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടൻ്റെ കുറേ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്. വേടൻ എന്നൊരു വ്യക്തി പൊതുസ്വത്താണ്. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കിയോട് വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രണയത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മൊണാലോവ അഗ്നിപർവ്വതത്തോട് കാമുകിയെ ഉപമിച്ച് അതിലും വിപ്ലവം തന്നെയാണ്. പ്രേമപ്പാട്ടിൽ നമ്മുടെ നെഞ്ചിനുള്ളിൽ ഇജ്ജാണ്, കൽബിനുള്ളിൽ നീയാണ്, ചക്കരെ തേനെ പാലെ പാത്തുമ്മ കദീസുമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടല്ല. ഇതിലും വിപ്ലവമാണ്, പ്രണയത്തിലും വിപ്ലവമാണ്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. മൊണാലോവ അഗ്നിപർവ്വതത്തോടാണ് അദ്ദേഹത്തിന്റെ കാമുകിയെ ഉപമിക്കുന്നത്, അല്ലാതെ താമരയോടോ റോസാപ്പൂവിനോടോ മുല്ലപ്പൂവിനോടോ അല്ല ഉപമിക്കുന്നത്. നെഞ്ചിനുള്ളിൽ ഇജ്ജാണ്, തേനാണ്, പാലാണ്, പാലിനോടും തേനിനോടും അല്ല, അഗ്നിപർവ്വതത്തോടാണ് ഉപമിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കുപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നൽ കൊണ്ട് താലി ചാർത്തി നെഞ്ചിലണിഞ്ഞവൾ. വളരെ ഓരോ വരികളിലും ഇപ്പൊ പ്രണയം തന്നെയാവട്ടെ, അതിലും വിപ്ലവം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മോഹലാവേ എന്റെ നാളയെ പ്രേമലീലയെ, മോനലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ. നീ ചിരിച്ചാൽ ബീതോവനോ, നിന്നെ പെറ്റതേത് മഹാനോ, ഞാൻ നാഗസാക്കി ഹിരോഷിമ, എന്നിൽ വന്ന് വീഴാമോ എന്റെ ലിബിയ, നിന്റെ തെരുവിൽ കിടന്നു മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ, നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം. അടിച്ചമർത്തപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അദ്ദേഹം വളരെ ഉച്ചത്തില് മന്ത്രിമാരും MLA മാരും അടങ്ങുന്ന ആളുകൾ മുന്നിലിരിക്കുമ്പോഴാണ് ഈ പ്രകടനമൊക്കെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അല്ലാതെ സാംസ്കാരിക നായകന്മാരെ മുന്നിലിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത്ര ഊർജ്ജസ്വലനായിട്ട് സംസാരിക്കുന്നത്. പുലയരെല്ലാരും കൂടി ചേരമരായാൽ എന്താ, പുലയരെല്ലാരും കൂടി ചേരമരായാൽ എന്താ, പുലയന്റെ പുല മാറുമോ ഈ കേരളത്തിൽ, ഇതിനൊരു ശുഭം വരുമോ, പറയരെല്ലാരും കൂടി സാമ്പവരായാൽ എന്താ, പറയന്റെ പഴി മാറുമോ. എവിടെ മാറാനാണല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പോരാടിക്കൊണ്ടേയിരിക്കാം മകളെ, പോരാടിക്കൊണ്ടേയിരിക്കാം. പഠിക്കുക, അധികാരം കയ്യിലെടുക്കുക, ജനങ്ങൾക്ക് വേണ്ടി മിണ്ടുക, അത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ പണി ഞാൻ ചെയ്യണു, അത്ര. അദ്ദേഹം അതിനുശേഷം പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം. പോരാട്ടം, അതാണ് വിപ്ലവം, അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പോരാടിക്കൊണ്ടേയിരിക്കണം. ഞാൻ എന്റെ പണി എടുക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പണിയും എടുക്കുക. അതിനുശേഷം അദ്ദേഹം വളരെ വളരെ ഊർജ്ജസ്വലനായി തന്റേടിയായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയാണ്. മന്ത്രിമാരടക്കുന്ന വേദിയിൽ, അഥവാ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം വന്ന, അഥവാ 99% സഖാക്കന്മാരായിരിക്കും, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് അവിടെ ഉള്ളത്. അവരെ ഈ മുൻനിർത്തിക്കൊണ്ട് പറയുന്നത്, ഞാൻ ഒരാളുടെയും പാർട്ടിയല്ല. ഈയിടെയായിട്ട് പല വാർത്തകളിലും അഥവാ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ അത് കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞിട്ടല്ല, രാഷ്ട്രീയക്കാർ അങ്ങനെ തന്നെയാണ്. അതിനിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ജനപിന്തുണയുള്ള ഒരു വ്യക്തിയെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞ ഒരു ക്രെഡിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട്
അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ അതാണ് നിലപാടിന്റെ രാജകുമാരൻ. അപ്പ കണ്ടവൻ അപ്പ എന്ന് വിളിക്കാത്ത. ഇപ്പൊ നമ്മൾ ആരാണെങ്കിലും ഒരു കോൺഗ്രസിന്റെ പരിപാടിക്ക് പോയാൽ നമ്മൾ കോൺഗ്രസ് ആവും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്റെ പേര് നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആവും, BJP യിലേക്ക്. കാരണം അപ്പം നമുക്ക് നമ്മളുടെ കാര്യം, നമ്മുടെ സ്വാർത്ഥത, നമ്മളുടെ കാര്യങ്ങൾ എന്താണോ അത് നടത്തിയെടുക്കണം. പക്ഷേ അവിടെയാണ് വേടൻ വ്യത്യസ്തനാകുന്നത്. അദ്ദേഹം പറയാം, ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല, എന്നെ നിങ്ങളാരും ഒരു പാർട്ടിക്കാരാക്കുകയും വേണ്ട, ഞാൻ പൊതു സ്വത്താണ്, സമൂഹത്തിന്റെ പൊതു സ്വത്താണ്, ഞാൻ CPM അല്ല, കോൺഗ്രസ് അല്ല, BJP അല്ല, ഒന്നുമല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നിലപാടിന്റെ രാജകുമാരനാണ്. അതാണ് അദ്ദേഹത്തോട് ഇത്രയധികം ജനങ്ങൾക്ക് ഇഷ്ടം. കേരളം അദ്ദേഹത്തെ ഇടനെഞ്ചിൽ വെച്ചതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഞാൻ പലപ്പോഴായി നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമല്ല. വേടൻ പൊതുസ്വത്താണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ നിങ്ങളുടെ കലാകാരനാണ്. എന്നെ കാണാൻ വന്ന ജനങ്ങൾക്കും ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെന്റിനും എന്നെ ഒരുപാട് നന്ദികൾ. ഒരു പാർട്ടിയുടെ പരിപാടിയിൽ പോയിട്ട് ഒരു രീതിയിലുള്ള സുഖിപ്പിക്കാതെ അവിടെ തന്റെ നിലപാട് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രേറ്റ്. അത്രയും തന്റേടിയായ, അത്രയും നിലപാടിന്റെ രാജകുമാരന്മാർക്ക് മാത്രമേ അദ്ദേഹം കഴിയുള്ളൂ. BJPയെ വളരെയധികം വിമർശിക്കുന്നുണ്ട്. BJPയുടെ ഓരോ നയങ്ങളെയും ഇദ്ദേഹം പാട്ടിലൂടെ വിമർശിക്കുന്നുണ്ട്. അത് തന്നെ അദ്ദേഹത്തിന്റെ ഈ കെട്ടകാലത്ത് മോഹൻലാലിനെ പോലെയുള്ള ആളുകൾ പോലും മാപ്പ് പറയിപ്പിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടവും ഫാസിസ്റ്റ് സൈബർ അറ്റാക്കും നേരിടുന്ന ഈ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമായി ഓരോ വരികളിലും ഓരോ വേദിയിലും പറയും, ഞാൻ എന്റെ രാഷ്ട്രീയം പറയുക തന്നെ ചെയ്യും, പാടിക്കൊണ്ടേയിരിക്കും. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടി പാട്ട് തിരഞ്ഞെടുത്തു, കലയെ ഉപയോഗിച്ചു എന്നാണ്. അല്ലാതെ ഈ എന്റെ പാട്ടിലൂടെ ഞാൻ രാഷ്ട്രീയം പറയുന്നത്, ഞാൻ പാട്ടുകാരനാണ്, ആ പാട്ടിലൂടെ എന്റെ രാഷ്ട്രീയം പറയാൻ വേണ്ടി ഞാൻ പാട്ടിനെ തിരഞ്ഞെടുത്തു എന്ന് പല ഇന്റർവ്യൂകളിലും അദ്ദേഹം ഇതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം മുന്നേ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കരയല്ലേ നെഞ്ച കരയല്ലേ, ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ. ഈ അറസ്റ്റും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒന്ന് വീണു. അതുകൊണ്ട് കരയല്ലേ നെഞ്ച കരയല്ലേ, ഇന്ന് വീണു, അത് നാളത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്, നാളത്തെ ഒരു അനുഭവമാണ്. അദ്ദേഹം ആ വരികള് ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ, കരയല്ലേ നെഞ്ച കരയല്ലേ, ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ. ഒരു വേടൻ പോരിൽ ചത്താൽ 1000 ആളായി വീണ്ടും പിറക്കും. എരിയെങ്കിൽ മലയും തുരക്കും, പുലിയെങ്കിൽ പോരിൽ മരിക്കും. ആര് മുഴുവനും എതിരെയെങ്കിലും പാട്ടുകൊണ്ട് ഞാൻ പോരി നടത്തും. തത്തുപുത്രനാ തെരുവിന്റെ രുചി അറിയില്ല മെടമാറിന്റെ. തെരുവിന്റെ മോൻ ഞാൻ പാടുന്ന പാട്ടിന് മുറിവിന്റെ തെൻ. ഞാൻ ജനിച്ചപ്പോ കൂടെ ജനിച്ചത് പാട്ടുകള്, അത് മറച്ചു വെച്ച് ഞാൻ പശിയടക്കുവാൻ ചെയ്തത് വേട്ടകള്. പല വേട്ടകള്, പല എച്ചിൽ പാത്രം കഴുകിയ കൈകള്. ആ കൈ കൊണ്ട് ഞാൻ എഴുതിയ വരികൾ എല്ലാം തീകള്. പല കരണ കൊതിച്ച് പുരിന്ന് മനസ്സ് ഇരുമ്പ് പോലെ മാറി. കരിമ്പ് പോലെ മതിരിക്കില്ലട വേടൻ എഴുതും വരി. ഞാൻ കുടിച്ച കനിയിരുപ്പ്. ഒരു വേടൻ പോരിൽ ചത്താൽ 1000 വീണ്ടും പിറക്കും. പുലിയെങ്കിൽ മലയും തുരക്കും, എലിയെങ്കിൽ പോരിൽ മരിക്കും. ഒരു വേടൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അതോടെ അവസാനിക്കൂല എന്നാണ് പറയുന്നത്. 1000 വീണ്ടും ജനിക്കും. ദത്തുപുത്രനാ തെരുവിന്റെ രുചി അറിഞ്ഞിട്ടില്ല അമ്മയുടെ മാറിന്റെ. അദ്ദേഹത്തെ കുറിച്ച് വളരെ സങ്കല്പിച്ചുകൊണ്ട് പാടുന്ന ഒരു കവിതയാണിത്. തെരുവിന്റെ മോൻ ഞാൻ, തെരുവിന്റെ മോൻ, പാടുന്ന പാട്ടിൽ മുറിവിന്റെ തേൻ. തെരുവിന്റെ മോനാണ് ഞാൻ, പാടുന്ന പാട്ടിൽ മുറിവിന്റെ തേനാണ്. ഞാൻ ജനിച്ചപ്പോ കൂടെ ജനിച്ചത് പാട്ടുകളാണ് കൂടെ ജനിച്ചത്. പക്ഷെ ആ പാട്ടുകളെ മറച്ചു വെച്ചിട്ട് ഞാൻ പല ജോലികളും ചെയ്തു. എച്ചിൽ പാത്രങ്ങൾ കഴുകി. ആ എച്ചിൽ പാത്രങ്ങൾ കഴുകിയ കൈകൊണ്ട് എഴുതിയ വരികളെല്ലാം തീയ്. ആ തീയാണ് ഇപ്പൊ കേരളമാകെ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത്. യുവാക്കളെ ആ വിപ്ലവ തീയിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതിൽ നമുക്ക് ആർക്കും കുറ്റം പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളാണ്. തെരുവിലുറങ്ങിയ നാളുകള്, പേടിപ്പെടുത്തുന്ന ഓർമ്മകള്. അപ്പൊ ഓർമ്മകളെ കുറിച്ച് പറയാം. തെരുവിലുറങ്ങിയ ആ ഓർമ്മകളെ തിരിച്ചു വരല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിഴലിക്കുന്ന പേടിപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളും, ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിഴല് പോലും കൂടെയില്ലാതെ തനിച്ച് തെരുവിൽ നിന്ന് ആ പേടിപ്പെടുത്തുന്ന ഓർമ്മകളെ തിരിച്ചു വരല്ലേ എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതി വെക്കുന്നു. അതുപോലെ തന്നെ ഈ സവർണ മേധാവിത്വത്തോടും ബ്രാഹ്മണ്യ ഉന്നത കുല ജാതരോടും അതുപോലെ എല്ലാ മതവിഭാഗത്തിലും, ഒരുപക്ഷെ മുസ്ലിങ്ങളിലും മാപ്പിളാര് കുറച്ച് ഉയർന്ന ജാതിക്കാരാണ്. അതുപോലെ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹിന്ദു മതവിഭാഗത്തിലാണ് ജാതീയത കൊടികുത്തി വാഴുന്നത്. എങ്കിലും എല്ലാ വിഭാഗത്തിലും പറയന്മാരെയും പുലയന്മാരെയും പാണന്മാരെയും ഒരു താഴ്ന്ന ജാതിയായി കാണുന്ന ഒരു പ്രവണത നമ്മുടെ ഈ കേരളത്തിലുള്ള എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിലും ഉണ്ട് എന്നുള്ളത് ഒരു നേരാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, കരിമ്പ് പോലെ മധുരിക്കില്ല വേടൻ എഴുതുന്ന വാക്കുകൾ. അഥവാ അതിൽ നിങ്ങളൊന്നും പ്രശ്നപ്പെട്ടിട്ട് കാര്യമില്ല. മറ്റേ പാട്ട് വോയിസ് ഓഫ് വോയിസ്ലെസ്സിൽ അദ്ദേഹം പറഞ്ഞതുപോലെ, ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേൽ ഒരു ചുക്കുമില്ല എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പറയാണ്. ആ പാട്ട് പാടിയിട്ട് പലർക്കും ദഹിച്ചിട്ടില്ല. അപ്പൊ ഈ പാട്ടിലൂടെ പറയുന്നത്
വേടൻ എഴുതുന്ന വരി കരിമ്പ് പോലെ മധുരിക്കില്ല. കാരണം ഞാൻ കയറി വന്ന ഇടങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടും സഹിച്ച് ഇത്രയും തെരുവിൽ കിടന്നുറങ്ങി തനിച്ച് കയറി വന്നതാണ്. അതുകൊണ്ട് തന്നെ പോരാടിക്കൊണ്ടേയിരിക്കും. അതുപോലെ നമ്മുടെ മഹാനായ, അങ്ങനെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എടനെഞ്ചിനുള്ളിൽ കേരള ജനത എല്ലാ കാലത്തും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ചാലക്കുടിക്കാരൻ കലാഭവൻ മണി നമ്മുടെ മുത്താണ്, മണിമുത്താണ്. അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഓരോ സ്റ്റേജിലും ഓരോ സദസ്സിലും കലാഭവൻ മണി ഓർമ്മപ്പെടുന്നു. ഇവിടെയും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കലാഭവൻ മണിയെ നമുക്ക് മറക്കാൻ കഴിയുമോ അല്ലേ? കലാഭവൻ മണി മരിച്ചു പോയി എന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആരായിരുന്നു കലാഭവൻ മണി? അത്ര നല്ലൊരു മണിമുത്ത്, ഒരു കറുത്ത മുത്ത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർ അല്ല, സൂപ്പർ സ്റ്റാർ. ഞാൻ കാര്യം പറയുമ്പോ വട്ടം പിടിക്കല്ലേ തങ്കമ്മേ, ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മോ, ഇത് പളനിയാണ്ടവൻ കനിഞ്ഞതാണടി തങ്കമ്മേ. എന്തൊരു മനുഷ്യനാർന്നല്ലേ. മരിച്ചുപോയെന്നൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ വിശ്വസിക്കാൻ പറ്റാകില്ലേ? പൊരുതി നേടിയ നിലത്തിൽ ഭൂമിയിൽ ഞാൻ അമ്മയുടെ മടിയിലെന്ന പോലെ ഉറങ്ങട്ടെ. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ. തിരിച്ചു വരും പുഞ്ചിരി തന്ന നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതുപോലെ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു അമ്മമാർക്കും പങ്കന്മാർക്കും കാരണവന്മാർക്കും. ഇപ്പോൾ പുതിയ തലമുറയിലുള്ള പിള്ളേർക്ക് മാത്രമേ എന്നെ 2K കിഡ്സിന് മാത്രമേ അറിയുള്ളൂ, നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പരിചയപ്പെടുത്തലൊക്കെ എത്ര രസമാണ്. കാര്യം എന്താണെന്നറിയോ, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ. കാരണം എന്നെ പിള്ളേരെ നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഇതൊരു പുതുതലമുറ സംഗീതമാണല്ലോ. അപ്പൊ എന്നെ അറിയാത്ത അമ്മമാരും അപ്പന്മാരുണ്ട് ഇവിടെ, ഇഷ്ടംമാതിരി ആൾക്കാരാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അത് വന്നപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ക്ഷമിക്കണം. എന്താണെന്ന് വെച്ചാണല്ലോ, എന്നെ വേടൻ എന്നാണ് വിളിക്കുന്നത്. ഹിരൺദാസ് എന്നാണ് എൻ്റെ യഥാർത്ഥ പേര്. പുതുതലമുറ സംഗീതമായ റാപ്പിനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് അച്ഛനമ്മമാർക്ക് എൻ്റെ പാട്ട് കേട്ടിട്ട് ഇവൻ എന്ത് തേങ്ങയാണ് ഈ പാടുന്നത് തോന്നിപ്പോകാം. എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. പക്ഷെ എൻ്റെ വരികളിൽ പതിരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എൻ്റെ പാട്ടുകളൊന്ന് കേട്ട് നോക്കുക. ഹേമന്തേ കഥയാ. വെടികൊണ്ടു തുളഞ്ഞൊരു പഴയ പുസ്തകം നിറയെ നീറും കഥകൾ, കാൽപന്ത് കളിക്കുന്ന കളത്തിൽ പല ഷെല്ല് പതിക്കുന്ന കഥകൾ, പല തലമുറകളായി വളർന്ന മണ്ണിൽ തരം കെട്ടുപോയ കഥകൾ, ഓ കഥകള്, വാപ്പാന്റെ മാറില് ഉമ്മാന്റെ ചൂരില് മയങ്ങി കണ്ണു തുറന്നപ്പോ കണ്ടല്ലോ എന്നെ ഞാൻ പോരില്. ഇതിനകത്ത് ഞാനൊരു വരി എഴുതണ്ടേ? അതിങ്ങനെയാണ്: എന്റെ ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണുപോയല്ലോ, എന്റെ വലത് കൈയിലെ യന്ത്രത്തോക്കിൻ പുകയും തീർന്നല്ലോ. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല. നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല. ഇത് യാസർ അറാഫത്ത് എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ യാസർ അറാഫത്തിനെ? യാസർ അറാഫത്ത് UN-ന്റെ ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു: എന്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എന്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ്നിക്കോവ് യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എന്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. പിന്നെ അദ്ദേഹം യാസർ അറാഫത്തിന്റെ ആ ഒരു വരികളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ താഴെ കൊടുക്കാം. നിങ്ങൾ അത് പോയി കാണാം. ഓക്കെ, അതിനിപ്പോൾ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുമ്പോൾ പഴയ വീഡിയോ ഒരുപാട് വലുതായിട്ടുണ്ട്. സംഖ്യകൾക്കെതിരെ വളരെ ശക്തമായി അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആളുകൾ അതിൽ പോയി കാണുക. അത് കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ശരി, അതിങ്ങനെയാണ്: കപട ദേശവാദി, നാട്ടിൽ മതജാതി വ്യാധി, തലവനില്ല ആദി നാടി ചുറ്റിടാൻ നിന്റെ നികുതി, വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. അഥവാ വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യം. നമ്മുടെ നികുതി പണം കൊണ്ട് ബോസ് കറങ്ങി നടക്കുകയാണ് നാട് മുഴുവൻ. ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ അവൻ രാജ്യദ്രോഹിയായി, തീവ്രവാദിയായി, ദേശദ്രോഹിയായി എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഞാൻ വേറെ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും പോയി കാണുക. ഓക്കെ, ഐലൻ കുർദിയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. ഐലൻ കുർദി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. 2K കിഡ്സ് ആണ്, അവർക്ക് അറിയില്ല. 10 വർഷം മുന്നേ വൈറലായി വന്ന ഒരു വാർത്തയാണ്. കപ്പൽ തകർന്ന് കടലോരത്ത് ഒരു 4 വയസ്സുകാരൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നത് ഈ ലോകത്തെ മുഴുവൻ കരയിപ്പിച്ച ഒരു ചിത്രമാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ എടുത്ത് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അതുപോലെ നമ്മുടെ ഐലൻ കുർദിയെ ഓർമ്മയുണ്ടോ മക്കളെ? ഇല്ലല്ലോ അല്ലേ? നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുത്തിട്ടേ ഐലൻ കുർദി ഒന്ന് അടിച്ചു കൊടുത്തു. ഒരു കൊച്ചുമോൻ ഒരു കടലോരത്ത് ചത്ത് മലർന്ന് കിടക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവനാണ് ഐലൻ കുർദി.
നിങ്ങളെപ്പോലെ എൻ്റെ പ്രിയപ്പെട്ട അനിയനാർന്നവൻ. പോത്താന നായകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കണം. വിദ്യാഭ്യാസം ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം നമ്മളെ മുഗൾ ചക്രവർത്തിമാരെ കുറിച്ചും ഒരുപാട് രാജ്യത്തിന് സേവനം ചെയ്തിട്ടുള്ള ഒരുപാട് സംഭാവനകൾ ചെയ്ത വലിയ വലിയ മഹാന്മാരെ കുറിച്ചും മഹാരഥന്മാരെ കുറിച്ച് ഉള്ള പുസ്തകത്തിൽ നിന്ന് പാഠപുസ്തകത്തിൽ നിന്ന് അതെല്ലാം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മോഡി ഭരണകൂടം, ഫാസിസ്റ്റ് ഭരണകൂടം. ആ സമയത്താണ് ഇദ്ദേഹം പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൊന്നും പഠിപ്പിക്കുന്നില്ല, നിങ്ങൾ പഠിക്കണം. നവോത്ഥാന നായകന്മാരെ കുറിച്ച്, നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നവരെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്ന വളരെ അർത്ഥവത്തായ വളരെ ചടുലമായ വാക്കുകളാണ് അദ്ദേഹത്തിന്. നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ടല്ലോ, നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയതിനെ കുറിച്ചും നമുക്ക് ആരാണ് അത് വാങ്ങി തന്നതിനെ കുറിച്ചും ലോകത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊന്നും പഠിക്കുന്നില്ല. അടിമയായിരിക്കാനേ നിന്നെ എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ലോകത്തിലെ വീരന്മാരെ കുറിച്ച് പഠിച്ചിരിക്കുക. ഞാൻ ഇത് പറയുന്നത് എന്റെ കടമയായിട്ട് വന്നിട്ടാണ് ഞാൻ ഇത് പറയുന്നത്, അല്ലേ മക്കളെ? എന്താ ഏതാ പാട്ട്? ഭൂമിയാ? അയ്യോ, ഭൂമിയൊക്കെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ, കേട്ട് നോക്കാം നിങ്ങള്. സിറിയ സിറിയ നിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ചയരിപ്പു, കൊറിയ നിൻ മീതെ കഴുകന്മാരു പറപ്പു കാവലിരിപ്പു, മതമിരുളിൽ ഭാരതാംബയോ വെട്ടം തേടി അലഞ്ഞു നടപ്പു, മെക്സിക്കൻ കനവുകൾ 1000 ഒരു മതിലാലെ ആരു തടുപ്പു, ഇലങ്കയിൽ പുലികൾ ഇനിയും ദാഹം മാറാതോടി നടപ്പു, കോങ്കോ നിൻ ഗനികളിൽ 1000 ഭൂമി ഞാൻ വാഴുന്നിടം, അനുദിനം നരകമായി മാറുന്നിടം. ഇതാണ് അടുത്തതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്. പക്ഷെ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് നിങ്ങൾ കാണാത്ത ആളുകൾ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, അതിനുശേഷമുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. അതിനുശേഷം പച്ചർച്ചയിൽ മണ്ണ് പറ്റിയാൽ പോലീസുകാരൻ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്, പോലീസുകാരന്മാരെ കിറുക്കന്മാരായി ചിത്രീകരിച്ചുകൊണ്ടാണ് ആ ഒരു പാട്ടില്, അഥവാ നർമ്മം കലർത്തിയിട്ടാണ് പച്ചർച്ചയിൽ മണ്ണ് പറ്റിയ തുന്നിക്കൂട്ടാൻ പറ്റൂല, ഒച്ചിക്കായ താത്തിയാൽ നിന്നെ കിറുക്കന്മാർക്ക് കിട്ടൂല എന്ന് പറഞ്ഞുള്ള ഒരു പാട്ട്. അത് വളരെ എന്താ പറയുക, യുവാക്കളെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ളൊരു പ്രൗഢോജ്വലമായ പാട്ടാണ്. അതിൽ എനിക്ക് തോന്നുന്നു വലിയ അർത്ഥങ്ങളൊന്നുമില്ല, പക്ഷെ അത് ഒരു DJ ആയിട്ടിട്ട് നമുക്ക് നല്ല തുള്ളാൻ പറ്റിയൊരു പാട്ടാണ്. അതില് വലിയ ഒരു കാര്യങ്ങളൊന്നും ഉണ്ട് തോന്നുന്നില്ല. എന്തായാലും അത് പോലീസുകാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അത് പറഞ്ഞിട്ടാണ്. പച്ചർച്ചയില് മണ്ണ് പെട്ടാ തുന്നിക്കൂട്ടാൻ പറ്റൂല, കൊച്ചിക്കായിൽ ചേറ്റിയ നിന്നെ തപ്പിയ പോലും കിട്ടൂല, മഷിട്ട് നോക്കിയാൽ പോലും തിരക്ക് പിടിക്കരുത്, ഇത് കാണിക്കരുത്. വളരെ വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളുള്ളൂ. ഈ തെക്കുന്നേരം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് പരിക്ക് വരുന്നത്. ഞാൻ സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിൽക്കണേ, എനിക്കൊരു കുഴപ്പം വരില്ല. നിങ്ങളാണ് കൂട്ടത്തോടെ നിൽക്കുന്നത്, പരിക്ക് പറ്റും. മഷിട്ട് നോക്കിയാൽ പോലും കൃക്കന്മാർക്ക് കിട്ടൂല. മുതൽ നിന്നെ കുളത്തിൽ നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല. ആ മച്ചനെ മറക്കല്ലേ, മനുഷ്യൻ മരിച്ച മണ്ണല്ലേ, മനസ്സ് മുഴുവൻ പുണ്ണല്ലേ, ഞാൻ കരുണമയനല്ലേ, തരുന്ന മരണം വരമല്ലേ, തളരും ഇരുമ്പ് കരമല്ലേ, പുയില് തൊടാ മരമല്ലേ, പോരും ഗുണമല്ലേ, പിടിച്ച കണ്ടില്ലേ? നിയന്ത്രിക്കാൻ കഴിയാത്ത ജനസാഗരത്തെ പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾ തിക്കും തിരക്കും കാണിക്കല്ലേ, നിങ്ങൾക്കാണ് പരിക്ക് പറ്റുക. സ്റ്റേജിൽ ഞാൻ ഒറ്റക്ക് നിൽക്കുന്നത്, എനിക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സംയമനം പാലിക്കുക. ഓരോ വേദിയിലും ഓഡിയൻസിനെ നിയന്ത്രിക്കുന്നത് ഇദ്ദേഹമാണ്, പ്രത്യേകിച്ച് കമ്മിറ്റിയോ അല്ലെങ്കിൽ പോലീസുകാരോ അല്ല എന്നുള്ളതാണ് വേടന്റെ ഒരു പ്രത്യേകത. തണൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാകാം, വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം, ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങുവെട്ടമാകാം, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാൻ നീവ. അഴികളിൽ വാക്കുകൾ ഒടുങ്ങുകില്ല, ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല, തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല, മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ലവ. എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ, എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ, എവിടെ മനിതൻ അടിമ അവിടെ വിപ്ലവങ്ങളാകണം, എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി വാ. ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങുവട്ടമായി മാറിടാൻ നീ വാ, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാൻ നീ വാ. നിശബ്ദരായവരുടെ ശബ്ദമാവാൻ വരാനാണ് പറയുന്നത്. ഇരുണ്ട യുഗത്തിലേക്ക് വെളിച്ചമേകാൻ. നല്ല ബ്യൂട്ടിഫുൾ വേർഡ്സ്. പുലിവാല് പിടിച്ചെന്നാണ് പറയുന്നത് മക്കളെ എന്ന് അദ്ദേഹം പറയാണ്. അഥവാ മനസ്സിലായല്ലോ എല്ലാവർക്കും പുലിവാല് പിടിച്ചത് ആരാണ് എന്നുള്ളത്. പുലിപ്പല്ല് കേസിൽ പുലിവാല് പിടിച്ചതിനാണ് ഓർമ്മപ്പെടുന്നത്. പുലിവാല് പിടിച്ചതാണെന്ന് മക്കളെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ വിമർശിക്കുന്നൊന്നുമില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയിൽ മുമ്പോട്ട് പോവുകയാണ്. ഒരു പകയോ വെറുപ്പോ വെച്ചുകൊണ്ട് ഒരു വിമർശിക്കുന്ന രീതിയിൽ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ പോലീസ് ഭരണകൂടത്തെയോ അഥവാ വിമർശനങ്ങളുണ്ട്. അദ്ദേഹം അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള വിപ്ലവങ്ങളാണ്, അല്ലാതെ പേഴ്സണലായിട്ട് അദ്ദേഹത്തോട് പോലീസ് ചെയ്ത ക്രൂരതയ്ക്കുള്ള വ്യക്തിപരമായ വിമർശനങ്ങളല്ല, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എല്ലാവരും ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തോ, മക്കളെ, എല്ലാവരും ഫ്ലാഷ് ഓൺ ചെയ്തോ, ഫോണുള്ളമാരൊക്കെ ഫ്ലാഷ് ഓൺ ചെയ്തോ. പിടിച്ചതെല്ലാം പുലിവാലിടാ,
പുലിവാല് പിടിച്ചെന്നാണ് ഇപ്പൊ പറയണേ മക്കളെ. പിടിച്ചതെല്ലാം പുലിവാലിടാ, കാണ്ടമൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ, പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ, പദവി പണമൊന്നും വേണ്ടടാ, ഇത് ഉരുക്കു ഗുണമുള്ള തോളിടാ, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. എന്നെ തളർത്താൻ ആർക്കും കഴിയില്ല. ഇതിനേക്കാൾ ഇവിടെ തന്നെ വരും. ഇപ്പൊ എത്രയാണ് ആളുകൾ, അതിനേക്കാൾ കൂടുതൽ 10,000-ങ്ങളുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനിയും വരും. ഞാൻ പാട്ടും പറച്ചിലും തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി അദ്ദേഹം അവിടെ ഉണർത്തുകയാണ്. ജനങ്ങൾ അതും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലൊരു വലിയ വേദിയിൽ, ഒരുപക്ഷെ ഇതിനേക്കാളും വലിയ വേദിയിൽ ഞാൻ നിങ്ങളുടെ, ഇതിനും 10,000-കണക്കിന് ആളുകൾ അധികമുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് ഒരിക്കൽ കൂടി ഞാൻ പാട്ട് പാടും. ഞാൻ പാട്ടും പറച്ചിലും തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മയിരുമില്ല, ഇനിയും കാലമില്ല, കാത്തിരിക്കാനാകുകില്ല, പുറത്തു പോകുവാൻ ക്ഷമയൊരു തരി ബാക്കിയില്ല. എനിക്ക് വേണ്ടതോ, എനിക്ക് വേണ്ടതല്ല, ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച്, ഞങ്ങളേറെ കൊതിച്ച്, അതിനായി എത്ര പേർ മരിച്ച്, കണ്ട് കണ്ട് നീ ചിരിച്ച്. കപട ദേശവാദി, നാട്ടിൽ മത ജാതി വ്യാധി, തലവനില്ല ആദി, നാട് ചുറ്റിടാൻ നിന്റെ നികുതി, വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. ഈ വരികൾ പാടുമ്പോൾ നോക്ക്, മുന്നിൽ മന്ത്രി ഇരിക്കുന്നുണ്ട്, വിശിഷ്ടാതികൾ ഇരിക്കുന്നുണ്ട്, സാംസ്കാരിക നേതാക്കന്മാരുണ്ട്. ഒരുപക്ഷെ അവരിലേക്ക് നമുക്ക് തോന്നിപ്പോകും, അവരിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണോ പറയുന്നത് നീ തരാൻ മടിച്ചത്, ഞങ്ങൾ ഏറെ കൊതിച്ചത്, അതിനുവേണ്ടി ഒരുപാട് ആളുകൾ മരിച്ചു, പക്ഷെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അവസാനത്തെ പാട്ടാണ്. അവസാനത്തെ പാട്ട് പുള്ളി പാടിയത് കുട്ടികളുടെ പഴയ പാട്ടാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണ്, വോയിസ് ഓഫ് വോയിസ്ലെസ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇദ്ദേഹം ഇന്നോ ഇന്നലെയോ എഴുതിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോഴാണ് ഈ അറസ്റ്റോട് കൂടിയാണ് വേടനെ ഒരുപാട് ആളുകൾ അറിയുന്നത്. ഇതിനു മുമ്പ് വേടനെ അറിയില്ല. വേടം 5 വർഷത്തോളമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്, നമുക്കിടയിലുണ്ട്. ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്നത് വൺ ഹിറ്റാണ്, ഇപ്പോഴും ഹിറ്റാണ്, ഇപ്പോഴും അത് ടോപ്പായി ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അതിലാണ് ഞാൻ പാടാനല്ല, പറയാനല്ല, പുലയാനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു ആ വരികളുള്ളത്. വോയിസ് ഓഫ് വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം. ആ പാട്ടാണ് അവസാനമായി അദ്ദേഹം പാടിയിട്ട് ഇറങ്ങുന്നത്. നീർനിലങ്ങളിൽ അടിമയാര് ഉടമയാര്, നിലങ്ങളായിരം തിരിച്ചതാര്, വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്. എന്തായാലും അദ്ദേഹത്തിന്റെ അവസാനത്തെ വാക്കുകൾ, ജനങ്ങളോട് നന്ദി പറയും. നിങ്ങളുള്ളത് കൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തിട്ടും എന്നെ ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് തൊടാൻ കഴിയാത്തത്, നിങ്ങളുള്ളത് കൊണ്ടാണ് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നത്, നിങ്ങളുള്ളത് കൊണ്ടാണ് സ്റ്റേജുകളിൽ കയറി പാടാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ഒരു പാർട്ടി വേദിയിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ വേദിയിൽ അദ്ദേഹം പറയുകയാണ്, ജനങ്ങളെ നിങ്ങളുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ കഴിയുന്നത്, പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ വിപ്ലവകരമായ ഒരു മുന്നേറ്റം നടത്തി ഇടുക്കിയിൽ നിന്നും അദ്ദേഹം യാത്ര പറയുകയാണ്. പിന്നിലാരോ കളിച്ച് നീ പണ്ടേ വെച്ച്, ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മയിരുമില്ല, ഇനിയും കാലമില്ല, കാത്തിരിക്കാനാകില്ല, പുറത്തു പോകുവാൻ ക്ഷമയൊരു ബാക്കിയില്ല. എനിക്ക് വേണ്ടതോ, എനിക്ക് വേണ്ടതല്ല, ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ പഠിച്ചു, ഞങ്ങൾ ഏറെ കൊതിച്ച്, അതിനെ എത്ര പേർ മരിച്ച്, കണ്ട് കണ്ട് നീ തിരിച്ച്. കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവന്റെ എന്നാണ് പറയുന്നത്. കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻക്കാണ് പ്രശ്നം. കാട് കട്ടവൻക്ക് ഒരു കുഴപ്പമില്ല. അടിമക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ തലവനില്ലാതെ നാട് ചുറ്റിടുവാൻ നിന്റെ എന്നാണ് പറയുന്നത്. തീവ്രവാദി, എന്തെങ്കിലും മിണ്ടിയാൽ അവൻ തീവ്രവാദി, ദേശദ്രോഹി. എനിക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റുന്നതും എനിക്ക് ധൈര്യമായി വേദികളേറി പാട്ട് പാടാൻ പറ്റുന്നതും നിങ്ങളുള്ള കാരണമാണ്. എനിക്ക് വാക്കുകൾ കൊണ്ട്, എനിക്കൊരു കവിത എഴുതിയാൽ പോലും തീരാത്തത്ര നന്ദിയുണ്ട് നിങ്ങളോട്. ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ. അടുത്ത പ്രാവശ്യം കാണാൻ പറ്റില്ല, പോയിട്ട് വരാം. അപ്പോൾ
ബാല്യങ്ങൾ കുടിനീര് തേടി പല കാതം താണ്ടി ഞാൻ ആറിൽ പുത്തനായുധമേന്തി ചുടിചോരമോന്തി ആമസോൺ വീര നിന്നുടെ മാറു തുളഞ്ഞതിൽ കാട്ടുകരഞ്ഞു ആഫ്രിക്കൻ പോർക്കളങ്ങളിൽ ആൺമകനുയരനെ അമ്മ കരഞ്ഞു ആർട്ടിക്കിൽ പനിമലയുരുകി കടലു നിറഞ്ഞതിൽ കരകൾ മറഞ്ഞു ന്യൂയോർക്കിൽ മണ്ണിൻ മകനിൻ മൂച്ചു നിലച്ചതിൽ പോര് നടന്നു പാലസ്തീൻ പല നൂറായി പലായനം ഒരു പതിവായി മാറി ചീന നിൻ ചെങ്കൊടി താഴെ ഖുർആൻ എരിഞ്ഞതിൽ മണം പരന്നു മലാക്കിൻ കണ്ണീർ വീണതിൽ എന്നെ പെട്ടതായി ഭൂമി കരഞ്ഞു കൊല്ലാഗ്നി പാടാ പാട്ടുകൾ 6 അടി മണ്ണിൽ കാതു തിരഞ്ഞു വിപ്ലവത്തിനും വിപ്ലവകാരികൾക്കും മരണമില്ല. അവർ ജീവിക്കുന്നത് നമ്മിലൂടെയും നാളെ വരും തലമുറയിലൂടെയും. അവർക്ക് മരണമില്ല. വേടന്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയാം. ആൾ മരിച്ചു പോവിനും ആശയം മരിപ്പതില്ല, മനമതിലൊരു നരയതില്ല. വേടന്റെ മാത്രം എടുത്ത് മതിയാവില്ല. അത്രയും ഓരോ വരികൾ കേൾക്കുമ്പോൾ ഇത് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കണം, ഇതിന്റെ വിശദീകരണം കൊടുക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകും. ഓരോ വരികളും നമ്മുടെ ശരീരത്തിലെ സിരകളിലെ രക്തം ഇങ്ങനെ തിളച്ചു മറിയുന്ന രീതിയിലുള്ള വിപ്ലവകരമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വരികളും ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിനെ ഉൾപ്പുളകിതരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുമെന്ന് ബുദ്ധിമുട്ടുകൊണ്ട് പരമാവധി ചുരുക്കിയിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. കേട്ടവര് അഭിപ്രായം പറയുക, കമന്റായി രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെല്ലാമാണ് നമ്മൾ കേട്ട് മലാക്കിന്റെ ആ ഒരു വിഷയം, അതുപോലെ ന്യൂയോർക്ക് വിഷയം, ഫലസ്തീൻ ജനത, ചൈനയിൽ ഖുർആൻ എറിഞ്ഞതിനെ കുറിച്ച്, ആസിഫയെ കുറിച്ച്, ഐലൻഡിൻ കുഞ്ഞിക്കാലുകൾ, അതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്, എല്ലാവരും കേട്ടതാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായിട്ടുണ്ടാവും ഐലൻ കുറുതി ആ ഒരു കുഞ്ഞു പൈതൽ കടലോരത്ത് മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഫോട്ടോ നമ്മൾ സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ കണ്ടതാണ്. വളരെ വൈറലായ ഒരു വിഷയമായിരുന്നു. അതുപോലെ ആസിഫ കാശ്മീരിയാണ് തോന്നുന്നു. 4 വയസ്സുള്ള ആസിഫ എന്ന് പറയുന്ന പിഞ്ചുബാലിയെ പീഡിപ്പിച്ച ആ ഒരു, അതുപോലെ ന്യൂയോർക്കിൽ ആ ഒരു വെളുത്ത വംശജനായ പോലീസുകാരൻ, സെക്യൂരിറ്റി ഗാർഡ് വേറൊരു കറുത്ത വംശജനെ മർദ്ദിക്കുന്ന ഒരു വീഡിയോ വേൾഡിൽ എല്ലായിടത്തും ഫേമസ് ആയതാണ്. വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടാണ്. ഫലസ്തീൻ ജനതയുടെ പാലായനത്തെ കുറിച്ച് സംസാരിക്കുന്നു. ചീന നിൻ ചെങ്കൊടി താഴെ ഖുർആൻ എരിഞ്ഞതിൽ മണം പരന്നു, ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ലോകത്ത് നടക്കുന്ന ഒട്ടുമിക്ക അടിച്ചമർത്തലുകൾക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും അരാജകത്വത്തിനെതിരെയും സംസാരിക്കുന്ന വേടൻ തീയാണ്. ആ തീയിൽ തൊട്ട പൊള്ളില്ലേ, ഇപ്പോഴത്തെ പൊള്ളിയില് വനംവകുപ്പ് നടപടിയെടുത്ത് വേടനെതിരെ നടപടിയെടുത്തവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഓട്ടപ്പാച്ചലിലാണ് ഇപ്പോൾ ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥ മന്ത്രിയിരിക്കുന്ന ആളുകളൊക്കെ.